കഴിഞ്ഞ ഒരു മാസം ഏകദേശം ഒരു മാസം മുമ്പാണ് ഈ ഇത്തരത്തിലുള്ള ആരോപണത്തെ സംബന്ധിച്ച് മാധ്യമങ്ങളിലും ഓൺലൈൻ ചാനലുകളിലെല്ലാം വരുന്നത്. കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിനെ സംബന്ധിച്ചോളം അന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയായിരുന്നു ആരാണ് ഇര, അവർക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ മുഴുവൻ നേതാക്കൾക്കും അറിയാം. അതിൻ്റെ ശബ്ദരേഖയും അതിൻ്റെ ചാറ്റ്, വാട്സാപ്പ് ചാറ്റ് ഹിസ്റ്ററിയൊക്കെയാണല്ലോ ഇന്ന് ചാനലുകളിൽ വന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കളെ സംബന്ധിച്ചോളം ഇതെല്ലാം അറിഞ്ഞിട്ടും ഇത്തരം ആരോപണ വിധേയനായിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് പാർട്ടിക്ക് അകത്തെങ്കിലും ഒരു അന്വേഷണം നടത്താമല്ലോ. പാർട്ടിക്ക് അതിനുള്ള സംവിധാനങ്ങളില്ലേ? അവരുടെ പ്രാദേശികമായിട്ടുള്ള ആളുകളോട്, മറ്റ് പ്രവർത്തകരോടെല്ലാം ചോദിച്ചാൽ കോൺഗ്രസിന് ഇതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള തെളിവ് കിട്ടുമായിരുന്നു. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചോളം കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇത്തരത്തിലുള്ള പരാതികൾ ലഭിച്ച സമയത്തും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗോഡ്ഫാദർമാർക്ക് അദ്ദേഹത്തെ സംരക്ഷിക്കണം എന്നുള്ള ഉറച്ച നിലപാടായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1:30 വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കണം എന്നുള്ള നിലപാടുമായി തന്നെയാണ് കോൺഗ്രസ് പോയിട്ടുള്ളത്. മറിച്ചായിരുന്നുവെങ്കിൽ കോൺഗ്രസ് തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു മാസം മുമ്പ് തന്നെ ഇത്തരം ആരോപണം വന്ന സമയത്ത്, വാർത്തകൾ വന്ന സമയത്ത് അതിനെക്കുറിച്ച് അന്വേഷിച്ച് അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ, അദ്ദേഹത്തോട് വാണിംഗ് കൊടുക്കാനൊക്കെ തയ്യാറാവുമായിരുന്നു. ഇന്ന് രാഹുൽ എത്ര ധീരമായിട്ടാണ് പറയുന്നത്. എന്നോട് ഒരു കോൺഗ്രസിൻ്റെ നേതാവും സംസാരിച്ചിട്ടില്ല. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണോ, ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണോ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളെ സംശയിച്ചു പോവുക. ശ്രീ രാഹുൽ ഇന്ന് പത്രസമ്മേളനത്തിൽ പറയായിരുന്നു, ഞാൻ ഭരണഘടനാ വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എനിക്ക് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോട് ചോദിക്കാനുള്ളത്, ഈ ചെയ്ത പ്രവൃത്തിയൊക്കെ നിയമാനുസൃതമായിട്ടുള്ള പ്രവൃത്തിയാണോ? കോൺഗ്രസ് അതാണോ അവരുടെ പ്രവർത്തകർക്കും അവരുടെ വളർന്നു വരുന്ന നേതാക്കന്മാർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നതെന്നുള്ളത് ചോദിക്കേണ്ടിയിരിക്കുന്നു. അത്ര ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ്, അത്ര ഉറപ്പോടു കൂടിയിട്ടാണ് രാഹുൽ പറയുന്നത്, ഞാൻ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല, ഒരു പ്രവൃത്തി എൻ്റെ ഭാഗത്ത് നിന്ന് നിയമവിരുദ്ധമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളത്. പിന്നെ ഇത്ര ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ ചെയ്യേണ്ടത്? ഇന്ന് എല്ലാ ചാനലുകളിലും ഇത് സംബന്ധിച്ചുള്ള വോയിസ് ക്ലിപ്പ് വന്നു, വാട്സാപ്പ് ചാറ്റിൻ്റെ ഹിസ്റ്ററികൾ അതിൻ്റെ ടെലികാസ്റ്റ് ചെയ്തിരുന്നു, വാട്സാപ്പ് ചാറ്റിൻ്റെ ഹിസ്റ്ററി. അപ്പോൾ ഈ ചാനലുകൾക്കെതിരായിട്ട് തെറ്റായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തതാണെങ്കിൽ അവർക്കെതിരായിട്ട് ഒരു ഡിഫമേഷൻ കേസ് ശ്രീ രാഹുലിന് കൊടുക്കാമല്ലോ. അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചങ്കൂറ്റുണ്ടോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഈ വാട്സാപ്പ് ചാറ്റിനെ സംബന്ധിച്ച്, ഈ വോയിസ് ക്ലിപ്പിനെ സംബന്ധിച്ചൊക്കെ അത് വ്യാജമായിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ശത്രുക്കളോ ക്രിയേറ്റ് ചെയ്താണെങ്കിൽ അതിനെതിരായിട്ട് നിയമപരമായിട്ടുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകാമല്ലോ. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അത്രയേറെ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ അതിനെതിരായിട്ട് നിയമാനുസൃതമായിട്ടുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകണം. കോൺഗ്രസ് ചെയ്യേണ്ടത് അദ്ദേഹത്തെ MLA സ്ഥാനം രാജിവെപ്പിക്കുക തന്നെയാണ്. അതിൽ കുറഞ്ഞ ഒരു ശിക്ഷാ നടപടിയും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കാനില്ല. ആ സ്ഥാനത്തിന് രാജിവെപ്പിക്കണം. കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞു, വേറെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇത് BJPയുടെ ആളുകൾ രാജിവെച്ചിട്ടുണ്ടോ? എനിക്ക് കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് പറയാനുള്ളത്, നിങ്ങൾ മാതൃക കാണിക്കുക. ഇത്രയേറെ ഒരു മാലപ്പടക്കം പോലെയല്ലേ ആരോപണങ്ങൾ വരുന്നത്. ഇന്നലെ രാത്രി മുതൽ ഇന്ന് വൈകിട്ട് 6 മണി വരെ നിരന്തരമായിട്ട് മണിക്കൂറുകളുടെ ഇടയിൽ നിരന്തരമായിട്ട് ഓരോ പുതിയ ആരോപണങ്ങളുമായിട്ട് ആളുകൾ വരുന്ന സമയത്ത് എന്തേ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നടപടിയെടുക്കാൻ, ഇത്ര ഒരു ധീരമായിട്ടുള്ള തീരുമാനമെടുക്കാൻ മടിയെന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്.